പാലക്കാട്ടെ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് CPM-നെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ MLA PK ശശിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച പി സരിൻ ഇപ്പോൾ വയറു നിറഞ്ഞു കാണും. PK ശശിയുടെ നാവിന്റെ ചൂടറിഞ്ഞിരിക്കുകയാണ് സരിൻ. മാതൃഭൂമി ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് PK ശശി സരിനെ വറുത്തുകോരിയത്. തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് PK ശശിയെ സരിൻ അപമാനിച്ചത്. ഇത് അവതാരകൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ വെറും വൃത്തികെട്ടവൻ എന്നാണ് ശശി പ്രതികരിച്ചത്. 9 ദിവസം പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ട് പിന്നീട് സീറ്റ് നിഷേധിച്ചപ്പോൾ AKG സെന്ററിൽ പോയി കൈകെട്ടി നിന്നവനാണ് ഈ സരിൻ. അവനൊന്നും എനിക്കൊരു ഇര പോലുമല്ല. എന്നെ അപമാനിക്കുവാൻ അവൻ ആരാണ്? വെറും വൃത്തികെട്ട സ്വഭാവമാണ് അവൻ്റേത്. അങ്ങനെ പോകുന്നു ശശിയുടെ വിമർശനങ്ങൾ. നേരത്തെ CPM വിമതവേദിയിലെത്തിയ PK ശശി DYFI നേതാവ് PM അർഷോയ്ക്ക് കണക്കിന് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. എറണാകുളത്ത് നിന്നൊരു സ്വത്വം വന്നിട്ടുണ്ടെന്നും കഞ്ചാവാണെന്നും അടുത്ത് നിൽക്കുന്നവരെ ചാരിയാണ് നിൽക്കുന്നതെന്നും ശശി എന്ന് പറഞ്ഞിരുന്നു. തെമ്മാടിത്തരങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ പാലക്കാട്ടെ CPM-ൽ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് സ്ഥിതിയെന്നും ഈ ധിക്കാരത്തിന്റെ മുൻപിൽ വായ പൊത്തിയും വാലാട്ടിയും നിൽക്കാൻ നായ്ക്കളെ കിട്ടും, ഉച്ചിലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണി ഇറക്കേണ്ട എന്നും ശരിപ്പെടുത്തി കളയാമെന്ന തോന്നൽ വേണ്ട എന്നും സഖാക്കൾ ഒപ്പമുണ്ടെന്നും ശശി ചൂണ്ടിക്കാട്ടിയിരുന്നു. SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ പേര് പറയാതെയായിരുന്നു ശശി അന്ന് സംസാരിച്ചത്. PK ശശിയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കഞ്ചാവ് വലിക്കാരൻ ഉയർന്ന നേതാവായി. പിന്നെ എറണാകുളത്ത് നിന്നൊരു സ്വത്വം വന്നിട്ടുണ്ട്. അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കഞ്ചാവ് അടിക്കും. ഇങ്ങനെ നിവർന്നു നിൽക്കില്ല. അടുത്ത് നിൽക്കുന്നയാളുടെ മേൽ ചാരിയിട്ടാണ് നിൽക്കുക. കാരണം എപ്പോഴാ വീഴുക എന്നറിയില്ല. ചാരി നിന്നിട്ടാണ് അവന്റെ പ്രസംഗം. ഫോട്ടോ കണ്ടിട്ടില്ലേ? ഈ ധിക്കാരവും തണ്ടും കൊലവിളിയുമൊക്കെ നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കെതിരായി പറയുമ്പോൾ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളുടെ തടിമിടുക്കിന്റെ പവർ കൊണ്ടല്ല. ഞങ്ങളെയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊക്കെ രക്ഷാകവചം ഒരുക്കാൻ ശേഷിയുള്ള 100 കണക്കിന് വരുന്ന സഖാക്കളുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടാൻ ബലാരിഷ്ടം കഴിക്കേണ്ട. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ബലാഗുളിച്ചാതി എണ്ണ തേച്ച് ആഴ്ചകളോളം കിടക്കേണ്ടി വരുമെന്നും അന്ന് ശശി പറഞ്ഞിരുന്നു. ഭീഷണിയൊന്നും ഇങ്ങോട്ടെടുക്കല്ലേ. എത്ര കാലമായടോ ഈ പണിയുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ എന്താ ധരിച്ചത്? വർഷങ്ങൾ എത്രയായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെങ്കൊടിയുമായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്? ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ടാണ് നിന്നത്. ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ടല്ല. ഞങ്ങളെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ വന്നിട്ട് കാണിച്ചു തരാമെന്ന്. ശരിപ്പെടുത്തി കളയാൻ ഞങ്ങൾ ഇങ്ങനെ നിന്നു തരികയാണോ നിങ്ങൾക്ക്? ആ തോന്നലൊക്കെ അവിടെ മനസ്സിൽ വെച്ചാൽ മതി എന്നതായിരുന്നു പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് PK ശശി പറഞ്ഞത്. ചില കാര്യങ്ങൾ കൂടി CPM-നെ ശശി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തെമ്മാടിത്തരങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രമേ പാലക്കാട് ജില്ലയിലെ CPM-ൽ നിൽക്കാൻ പറ്റൂ എന്നുള്ളെങ്കിൽ നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുൻപിൽ വായ പൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടുമായിരിക്കും. ഉച്ചിലുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടില്ലെന്നും ശശി പറയുന്നുണ്ട്. ഈ വികാരം മുഴുവൻ നേതൃത്വം മനസ്സിലാക്കണമെന്നും അത് പക്ഷേ മനസ്സിലാക്കുന്നില്ലെന്ന പരാതിയാണ് തങ്ങൾക്കുള്ളതെന്ന് ശശി പറയുന്നുണ്ട്. ഈ വിമർശനങ്ങൾ ശക്തമായി ശശിയിൽ നിന്നുണ്ടായതോടെ CPM അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. പിന്നാലെയാണ് ആദരാഞ്ജലി പോസ്റ്ററുമായി സരിൻ എത്തിയത്. അതിനുള്ള മറുപടി കൃത്യമായി ശശി തന്നെ പറഞ്ഞു വെക്കുമ്പോൾ സരിന് ഓടാനുള്ള കണ്ടം തയ്യാറാണെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനു മുൻപ് ശശിയുടെ സരിൻ വധത്തിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. കൗതുകരമായൊരു പോസ്റ്റ് ഡോക്ടർ സരിന്റെയാണ്. താങ്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ആ പോസ്റ്റ്. സരിനെ പറ്റിയൊന്നും ഒരു മറുപടി പറയാനുള്ള വലിപ്പമൊന്നും ഈ സരിൻ എന്ന് പറഞ്ഞവനില്ല. 9 ദിവസം മുമ്പ് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ട് 10ാമത്തെ ദിവസം AKG സെന്ററിൽ പോയിട്ട് കഴുത്തിൽ മാലട്ട് വാങ്ങിയവൻ അവൻ സീറ്റ് കിട്ടാൻ വേണ്ടി. ഇവന് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇവൻ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് പോയത്. എനിക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ കാരണം ഇവൻ ഏത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കും. ഇവനായിട്ട് എനിക്ക് ജീവിതത്തിലൊരു ബന്ധമില്ല. അവനൊന്നും ഞാൻ മറുപടി പറയാനുള്ള വലിപ്പം ഈ വിദ്വാനില്ല. ഇവൻ ആരുമല്ല.